ഹലോ, എല്ലാവർക്കും ട്രേഡിംഗ് ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റിൽ നല്ലൊരു ദിവസമായിരുന്നു. ഏതാണ്ട് നമ്മൾ വരച്ചു വെച്ച ഒരു ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് അവിടെ നിന്ന് നല്ലൊരു മൂവിങ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവിങ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. രാവിലെ തന്നെയാണെങ്കിലും അതിനുശേഷവും മാർക്കറ്റിൽ നല്ല മൂവിങ് ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റിൽ ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഒരു 111 പോയിൻ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ഏതാണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മളിന്ന് ട്രേഡ് എടുത്തത് മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം തൊട്ട് ശേഷമാണ് നമ്മൾ ട്രേഡ് എടുത്തത്. മാർക്കറ്റ് മുകളിലോട്ട് നല്ലൊരു നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു 21,950 എടുത്തിനെങ്കിലും മാർക്കറ്റ് മുകളിലോട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാമെന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്നലെ വീഡിയോ കണ്ടാൽ നമുക്കറിയാം. അപ്പോൾ 951 നല്ലൊരു ഇത് കിട്ടി, നമുക്ക് മുന്നോട്ടുള്ള ഒരു ചാൻസ് കിട്ടി. അതെടുത്തു. നല്ലൊരു ട്രേഡായിരുന്നു. അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ നാളെ നമ്മൾ പറയാൻ പോകുന്നത്, ഇനിയിപ്പോൾ ഇന്ന് സെൻസെക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പറഞ്ഞ ലെവലുകൾ വന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് പോയത്. നമ്മൾ സെൻസെക്സിൽ ഇന്ന് ട്രേഡ് എടുത്തിട്ടില്ല. അപ്പം നമ്മൾ പറഞ്ഞ ലെവലുകളൊക്കെ കൃത്യമായിരുന്നു. ഈ ലെവലിൽ എത്തിക്കുകയാണെങ്കിൽ 72,753 എത്തിക്കുകയാണെങ്കിൽ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. മുകളിലോട്ട് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ബൈ ചെയ്തവർക്ക്, ഒരു ITM വാങ്ങിയവർക്ക് നല്ല ഒരു പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നാളെ നമ്മൾ പറയാൻ പോകുന്നത്, നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് സെൻസെക്സിൽ സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ഇവിടുന്ന് ഒരു തന്നെ ബൈ ചെയ്യാം. കാരണം 72,750 എന്നുള്ളത് നല്ലൊരു സപ്പോർട്ടിംഗ് ലെവലാണ്. അതിനുശേഷം ഇവിടെ സപ്പോർട്ടിംഗ് ഉണ്ട്. അപ്പോൾ 72,750 ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഡൗണോ ആണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. പിന്നെ അതല്ല, ഒരു ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാകുന്നതെങ്കിൽ ഏതാണ്ട് 73,746 വെച്ചിട്ട് നമുക്ക് അവിടെ റെസിസ്റ്റൻറ്റ് ലെവലുണ്ട്. 746 വെച്ചിട്ട് നമുക്ക് 750 വെച്ചിട്ട് നമുക്ക് താഴോട്ട് PE ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സെൻസെക്സിലും നിഫ്റ്റിയിലും 2 ഓപ്പർച്യൂണിറ്റിയാണ് കാണുന്നത്. സെൻസെക്സിൽ 2 ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കണ്ടത്. ഇനി നിഫ്റ്റിയിൽ എന്താണ് നാളെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളത് നോക്കാം. നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് സംഭവിക്കുന്നതെങ്കിൽ 21,950 വെച്ച് വീണ്ടും നമ്മൾ ബൈ ചെയ്യും. ഇനി അതല്ല, ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാകുന്നതെങ്കിൽ 22,250 വെച്ചിട്ട് നല്ല റെസിസ്റ്റൻറ്റ് ലെവലാണ്. അതവിടെ 22,250 വെച്ചിട്ടുണ്ടോ. നിങ്ങൾക്ക് 2 പ്രാവശ്യം മാർക്കറ്റ് അതിനെ കയറാൻ നോക്കി നമുക്ക് കാണാം. പക്ഷേ മാർക്കറ്റ് കയറിയിട്ടില്ല. 250 വെച്ചിട്ട് നമുക്കൊരു PE വാങ്ങാം. അതല്ല, മാർക്കറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അവിടെ ഒരു കൺസോളിഡേഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ്. ഇനി അവിടെ നിന്ന് മാർക്കറ്റ് നമ്മൾ വിചാരിക്കും പോലെ അല്ല, മാർക്കറ്റ് കൺസോളിഡേഷൻ എടുത്ത് മുകളിലോട്ടാണ് ഒരു മൂവിങ് കാണുന്നതെങ്കിൽ നമുക്ക് 250 നല്ലൊരു ബൈ ചെയ്തിട്ട് 400 വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. മാർക്കറ്റ് 400 വരെ ടെസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ 950 വെച്ച് ബൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളെ 2 മെത്തേഡുകളാണ് നമ്മൾ നിഫ്റ്റിയിൽ ചെയ്യാൻ പോകുന്നത്. കാരണം ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പറയാം, ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് തുടങ്ങിയത്. കാരണം അമേരിക്കനിലെ എല്ലാ ഇൻഡെക്സുകളും ഇന്ന് ഡൗൺ ആയിട്ടാണ്. അതുപോലെ തന്നെ യൂറോപ്പുമായിട്ടുള്ള അമേരിക്കയുടെ പ്രശ്നങ്ങളൊക്കെ വഷളായിട്ട് വരികയാണ്. ഇന്നലെ യുക്രൈനുമായിട്ടുള്ള എല്ലാ സൈനിക സഹായങ്ങളും നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഫയറിൻ്റെ വക്കിലാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ളത് ഇപ്പോൾ. അപ്പോൾ യൂറോപ്പും അമേരിക്കയും ഒരു കൊമ്പ് കോർക്കുന്ന രീതിയിൽ നിൽക്കുമ്പോൾ യൂറോയും അതുപോലെ ഡോളറും ആയിട്ടുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റ് നല്ലൊരു ഫാളിലാണ് എൻഡ് ചെയ്തത്. അപ്പോൾ അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. മാർക്കറ്റ് വിദഗ്ധർ പറയുന്നത് 21,800 വെച്ചിട്ട് മാർക്കറ്റ് നിഫ്റ്റി മുകളിലോട്ട് പോകാൻ ചാൻസ് ഉള്ളതാണ്. കാരണം കഴിഞ്ഞ ജൂലൈയിൽ ഒരു സപ്പോർട്ട് ലെവലുള്ള 21,800 അവിടെ വെച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉള്ളൂ എന്നാണ് നമ്മുടെ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത്. അപ്പോൾ ഏതായാലും അതെല്ലാവരും കരുതിയിരിക്കുക. എന്നാലും ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് ഓപ്ഷൻസ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിലെ ഏത് ചലനങ്ങളിലൂടെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അതെല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.